നമസ്കാരം, ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം കിട്ടുമെന്ന് ഞങ്ങൾ പറയുന്നു. പഴയ പ്രേക്ഷകർ ദയവായി ക്ഷമിക്കുക, പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്വയം പുകഴ്ത്തുന്നത് വൃത്തികെട്ട കാര്യമാണ്. ഓക്കെ, പക്ഷേ ഞാൻ പറയാതെ നിങ്ങളിതെങ്ങനെ അറിയും? അതുകൊണ്ടാണ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒരു 2 മാസം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് 300 രൂപ ഒരു മാസം റീചാർജ് ചെയ്യാൻ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രിപ്ഷൻ കൂടി കിടക്കുന്നുണ്ട്, ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. പിന്നെ ഈ 2 മാസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സൗഭാഗ്യങ്ങൾ വല്ലതും വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു അവസരം ഒരുങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലുമായിട്ട് സഹകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു. ഓക്കെ, മറ്റ് വീഡിയോകളിലൊക്കെ ഞാൻ ഇത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുമെല്ലാം കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് ഇവിടെ പറയുന്നത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ, അതായത് ഭാഗ്യം കൊണ്ടുവരുന്ന ശകുനങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. നിരവധി ശകുനങ്ങളുണ്ട്, ഒരുപാട്, 1ഉം 2ഉം അല്ല. അതിൽ ഒരെണ്ണം ഞാൻ എടുക്കുന്നു പറയുന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ. അതായത് ഈ വ്യഭിചാരിണികളെ കാണുന്നത് നല്ല ശകുനമാണെന്ന് പൊതുവെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് വേർഷൻസ് ഞാൻ പറയുകയാണ്. ഒന്നാമതായിട്ട് വിവാദ പുരുഷന്മാരെ കാണുന്നത്, വിവാദ പുരുഷന്മാരെയും വിവാദത്തിൽപ്പെടുന്ന സ്ത്രീകളെയും കാണുന്നത് സൗഭാഗ്യം കൊണ്ടുവരുമെന്ന് ഞാൻ പറയുന്നു. പുതിയൊരു വേർഷനാണ്, അത് ആചാര്യന്മാരൊന്നും പറഞ്ഞതൊന്നുമല്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ലൈംഗിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അപവാദങ്ങളുണ്ടായിട്ടുള്ള ആൾക്കാർ, അത് സ്ത്രീയായാലും പുരുഷനായാലും, അവരെ കാണുന്നതും ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ദർശനമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. 64 വയസ്സുണ്ട്, 66 വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു, മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുന്നതും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുമൊക്കെ ഐശ്വര്യദായകമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മമുഹൂർത്തം എന്തെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ വിവരണം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ 2026 ജൂലൈ 21 ബ്രഹ്മമുഹൂർത്തം രാവിലെ 4:40 AM മുതൽ 5:28 AM വരെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് റിസൾട്ട് നമുക്കുണ്ടാവും എന്നാണ് പൊതുവെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ ഈ പറയുന്നതൊക്കെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി വരുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അതുമാത്രമല്ല, ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ആ സമയത്ത് ദുരാത്മാക്കളെല്ലാം ഭൂമിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്താലും തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവ് റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ അതാണ് ആചാര്യന്മാർ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നു. അത് ഞാനും പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ. അതുപോലെ തന്നെ ഈശ്വരനോട് ചേർന്ന് നിന്നാൽ സദാസമയം, അതായത് നമ്മൾ ഉണർന്നിരിക്കുന്നത് 16 മണിക്കൂറാണ്, 8 മണിക്കൂർ കിടന്ന് ഉറങ്ങും നമ്മൾ. എന്നിട്ട് നമുക്ക് ഈ ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറും ഈശ്വരനുമായിട്ട് മാനസികമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, അതിനോടൊപ്പം കർമ്മങ്ങളും ചെയ്യുക. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ എന്തൊക്കെ നേട്ടങ്ങളാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി മാത്രം സൂര്യൻ ഉദിക്കും. അതായത് ഈ പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരനുമായിട്ട് നിങ്ങൾ ചേർന്ന് നിന്നാൽ, ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി മാത്രമായി സൂര്യൻ ഉദിക്കും, നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ചന്ദ്രൻ നിലാവ് പൊഴിക്കും.
പക്ഷിക്കൂട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഗാനം ആലപിക്കും. ഇളം തെന്നൽ നിങ്ങളെ മാത്രം വന്ന് പരിരംഭണം ചെയ്യും. അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ, അതായത് ഈശ്വരൻ്റെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഈശ്വരൻ്റെയും, അതായത് ഹിന്ദുക്കളായാലും അഹിന്ദുക്കളായാലും എല്ലാവർക്കും പൊതുവെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഞാൻ പറയുന്നത് മായാജാലങ്ങളാണ്. അതായത് ഈശ്വരൻ സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളും 100% സൃഷ്ടികളും നമ്മൾ ചുറ്റിനും നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ വിസ്മയങ്ങൾ മാത്രമാണ്. ഓക്കെ, ഈ വിസ്മയങ്ങൾ മലവെള്ളപ്പാച്ചിൽ പോലെ വരുമ്പോൾ, അതായത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. അത് ഒരുമിച്ച് പെട്ടെന്നൊരു ദിവസം മലവെള്ളപ്പാച്ചിൽ പോലെ തകർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അമ്പരന്ന് നിൽക്കും. അതായത് അന്തം വിട്ട് നിൽക്കും നമ്മൾ. അതായത് സൗഭാഗ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരേ സമയം ഒരേ നിമിഷത്തിൽ വരുമ്പോൾ നമ്മൾ അന്തം വിട്ട് നിൽക്കും. ആ ഘനഗംഭീര നിമിഷങ്ങളിൽ നമുക്ക് ആകാശത്ത് നിറയുന്ന മഴവില്ലഴകുകളെ കാണാൻ പറ്റില്ല. മധുവസന്തം ചൊരിയുന്ന ഘനവർണ്ണമായ ജാലങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ അമ്പരന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഭൂമിക്കരഞ്ഞാണമായി ആർത്തുല്ലസിച്ച് പാട്ടുപാടി ഒഴുകുന്ന പുഴകളുടെ സമ്മോഹന ഗീതങ്ങൾ നമുക്ക് കേൾക്കാനാവില്ല. പൗർണമി രാവുകൾ നക്ഷത്ര ലിപികളാൽ എഴുതുന്ന കാവ്യാത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ മലവെള്ളപ്പാച്ചിൽ പോലെ വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട് അത്ഭുത പരതന്ത്രരായി നമ്മൾ അമ്പരന്ന് നിന്ന് പോകും. ഇതിനൊക്കെ വേണ്ടി, ഈ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം നേരത്തെ എഴുന്നേൽക്കണം, പുലർച്ചെ എഴുന്നേൽക്കണം. രാത്രിയിലല്ല നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഒരു രാത്രി 8 മണിക്ക് മുമ്പായിട്ട് തന്നെ ഉറങ്ങാനുള്ള പുറപ്പാടിൽ കിടക്കുക. ഒരു 8 മണിക്ക് കിടന്ന് പറ്റുമെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കുക. ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അലാറം വെക്കാതെ തന്നെ എനിക്കിപ്പോൾ എഴുന്നേൽക്കാൻ പറ്റും 4 മണിക്ക്. അത് ശീലമാക്കുക. അപ്പോൾ എന്നിട്ട് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുക. നമ്മളെ ഈശ്വരൻ സൃഷ്ടിച്ചേക്കുന്നത് ഉറങ്ങാനല്ല. ഉറക്കമൊക്കെ പിന്നെ കർമ്മം ചെയ്യുക, അതിനോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അലസന്മാരെ, മടിയന്മാരെ ഈശ്വരൻ സഹായിക്കില്ല. പിന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, 3-4 വീഡിയോകൾ പറഞ്ഞിരുന്നു, അതായത് ചില പ്രത്യേക ജീവികളെ കണ്ടു കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടാവും. ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയാണ് പ്രപഞ്ചശക്തി നമുക്ക് തരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ 1-2 ജീവികളല്ല, നിരവധി ജീവികളെക്കുറിച്ച് യൂട്യൂബിൽ പല വീഡിയോകൾ വന്നു കഴിഞ്ഞു. പക്ഷെ അത് ആവർത്തിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഞാൻ 100% സർട്ടിഫൈ ചെയ്തു തരുന്ന ജീവികളുടെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. 1-2 അല്ല, നിരവധിയുണ്ട്. ഇന്ന് 1-2 പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സ്വർണ്ണ നിറമുള്ള ചിലന്തി. ചിലന്തി തന്നെ പല ടൈപ്പുണ്ട്. എല്ലാ ചിലന്തികളെയും കാണുന്നത് ഐശ്വര്യദായകം തന്നെയാണ്. പക്ഷേ സ്വർണ്ണ നിറമുള്ള ചിലന്തി ചിലപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളിൽ വന്നിരിക്കും. അത് ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ കാണാൻ യാതൊരു ഭംഗിയില്ലെങ്കിലും ഓന്തെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കാഴ്ചയിൽ അല്പം ഭീകരജീവിയാണ്. അപ്പോൾ ഈ ഓന്തുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഭാഗ്യം വരും എന്ന്. എൻ്റെ 1-2 അനുഭവം പറയാം. ഒരു തവണ
ഞാൻ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പ്രധാന വാതിലിലൂടെ ഒരു ഓന്ത്, ഒരു ഇടത്തരം വലിപ്പമുള്ള ഓന്ത് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്ന് കയറി. കുറേ നേരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ഭയന്നു. കാര്യം ഇത് ആക്രമിക്കുന്ന സ്വഭാവമുള്ള ഇതാണ്. കാഴ്ചയിൽ മാത്രമല്ല, സ്വഭാവത്തിലും അല്പം വില്ലൻ സ്വഭാവമുള്ള ജീവിയാണ് ഓന്ത്. പക്ഷേ സൗഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് അത് തനിയെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പുറത്ത് പോയി. അതിനുശേഷം മറ്റൊരു ദിവസം എൻ്റെ കാറിൽ വൈപ്പറിനോട് ചേർന്ന് ഒരു ചെറിയ ഓന്ത് ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കറിയാം ഇതിനെ ഓടിക്കാൻ ശ്രമിച്ച് കഴിഞ്ഞാൽ അത് ആക്രമിക്കാൻ നമ്മൾ വരും. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ കാറിൽ കയറി ഈ ഓന്ത് സഞ്ചരിച്ച് പോകേണ്ട സ്ഥലത്തൊക്കെ പോയി. അപ്പോൾ വഴിയിൽ എവിടെയോ അത് ഞങ്ങൾ അത് പുറത്ത് ചാടി പോയി കഴിഞ്ഞു. ഈ ഓന്തിനെ കണ്ടതിന് ശേഷം പലപ്പോഴും ഞാൻ ഓന്തിനെ കാണാറുണ്ട്. അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, 11 മിനിറ്റായി. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യമുണ്ടാവും. നിങ്ങളെ മുഴുവൻ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ മുഴുവൻ ഭാഗ്യം കൊണ്ട് പൂമൂടൽ നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സമയം അതിക്രമിച്ചുകൊണ്ട് മാത്രം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.